ഇന്നലെ മഹാനവമി ആയതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ കാണുന്ന തിരക്കാണിത്. ഒരു 10:30 മണിക്ക് തന്നെ ഫുള്ള് ജനക്കൂട്ടമാണ്. ഉള്ളിൽ പോകാനും പുറത്തേക്ക് ചെയ്യാനും കഴിയില്ല, അത്രയും തിരക്ക്. 10:30 10:45 ആ ഒരു സമയമാകുമ്പോൾ ചോറ് കൊടുക്കാനും തുടങ്ങി. അപ്പോഴത്തേക്ക് തന്നെ ലൈനെല്ലാം ഫുള്ളാണ് ചോറ് കഴിക്കാൻ. അത്രയും ആളുണ്ടായി ഇന്നലെ. അമ്പാടി ഫസ്റ്റ് ട്രിപ്പിലായിരുന്നിന് പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെ വീട്ടിലെ ജമ്പനും തുമ്പനും. ഇവരെവിടെ പോയാലും ഒന്നും ചെയ്യുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിഫ്രഷ്മെൻറ്റ് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ തക്കുടുവിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയി, എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ കൊണ്ടാക്കി മടങ്ങി വരുമ്പോഴാണ് നമ്മളെ നാടിൻ്റെ സൗന്ദര്യം ഞാൻ ശ്രദ്ധിച്ചത്. എന്ത് രസമല്ലേ കാണാൻ. ഇത് മഴ മാറിയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ്, ആ മാനം തെളിയുന്ന സമയം, എന്ത് രസം. ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഇതായിപ്പോയി. പിന്നെ ഇന്ന് വാഹനപൂജ ഉണ്ടല്ലോ, അങ്ങനെ വണ്ടി കവിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഈ പിള്ളേരെന്നെ കവ സമ്മതിക്കുന്നില്ല. അപ്പം ഇപ്പം എൻ്റെ മേക്കാന്ന് പിടിക്കുന്നത്, വണ്ടിക്ക് പിടിക്കേണ്ട പകരം. പിന്നെ അതിൻ്റെ കലമ്പലെല്ലായിട്ട് അങ്ങനെയല്ലോ വണ്ടിയും കവി. അപ്പം പുലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ നവരാത്രിയും വരുമല്ലോ, അപ്പം അതിനെ നോക്കി നിൽക്കുകയാണ്. അതെൻ്റെ ഇളയപ്പനാണ് കേട്ടോ. എൻ്റെ കമ്മലിൻ്റെ മാച്ചായിട്ടുള്ള മൂക്കുത്തി എങ്ങനെയുണ്ട്. ഈ കുഞ്ഞില്ലേ പുറത്ത് പുലിയുടെ ബീറ്റ് കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഉള്ളിൽ തുള്ളുന്നതാണ്. പിള്ളേരെല്ലാം ഇങ്ങനെയല്ല, അവർക്കൊരു ഫിയർ ഇല്ല, അവർക്ക് തോന്നുകയും ചെയ്യും. നമ്മളെല്ലാം മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ, പക്ഷെ ഇപ്പം ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ എല്ലാത്തിനും ഒരു നാണക്കേടല്ലേ. അങ്ങനെ ആ കുഞ്ഞി തുള്ളുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഇന്നലെ രാത്രി പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഇപ്പോൾ പച്ചക്കറി മുറിക്കാൻ ലാസ്റ്റ് ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പച്ചക്കറി ഉണ്ട്, അത് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോയത്. കോയക്കെല്ലാം ഫുള്ള് മുറിച്ച് ഞങ്ങൾ തന്നെ. അപ്പോൾ ഇന്ന് ആർക്ക് കോയക്ക കിട്ടിയാലും അത് ഞങ്ങളുടെ കോയക്കയാണ്, ഞങ്ങൾ മുറിച്ച കോയക്ക. ലാസ്റ്റ് വന്നതിൽ ഒരു 5-6 പുലി ഒന്നിച്ച്, അതും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ബീറ്റ്. ചെവിയെല്ലാം പൊട്ടിപ്പോയി, അത്രയ്ക്ക് സൗണ്ട്. കുറേ പുലിയും കുറേ ആൾക്കാരും. എന്നാലും ഒരു രസം, ഒരു വൈബല്ലേ ഇതെല്ലാം. ഇവരെല്ലാം പുലിനെ കാണാൻ ആകാംക്ഷയായിട്ട് വെയിറ്റ് ആക്കുന്ന ആൾക്കാരാണ്. ഇനി ഇത് അതിൻ്റെ പുലി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇപ്പം. പക്ഷേ ഇത് ക്യാമറക്ക് മുമ്പിൽ അഭിനയിക്കുന്നൊന്നും അല്ല, നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ അല്ലേ. ചക്കു പിന്നെ ക്യാമറയിൽ കാണിക്കണ്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ കാണിച്ചു തന്നിട്ടു. പിന്നെ ആ പുലിയൊക്കെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.